ഫ്രണ്ട്സ്, ഇന്ന് ചെയ്യുന്നത് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു മുരിങ്ങയിലയുടെ കറിയുടെ റെസിപ്പിയാണ്. ആദ്യമേ തന്നെ ഒരു അരപ്പ് അരച്ച് വയ്ക്കണം. ഒരു 3/4 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. ഇതിൽ 2 ചെറുള്ളി ചേർക്കുവാണ്. വളരെ ചെറിയ 2 വെളുത്തുള്ളിയാണ് ചേർക്കേണ്ടത്. വലിപ്പമുള്ള വെളുത്തുള്ളിയാണെങ്കിൽ ഒരെണ്ണേ ചേർക്കാവൂ. 2 വറ്റൽമുളകും ചേർത്തിട്ടുണ്ട്. വളരെ കുറച്ച് ജീരകവും ചേർക്കാവേ. ജീരകം ഒരുപാട് ചേർത്ത് കഴിഞ്ഞാൽ ജീരകത്തിൻ്റെ ടേസ്റ്റ് മുന്നേ നിൽക്കും. പാകത്തിനുള്ള വെള്ളം ഒഴിച്ച് നല്ല മഷി പോലെ അരച്ച് മാറ്റി വയ്ക്കുക. ഇനി കടായിൽ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. വെളിച്ചെണ്ണ ഒഴിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ്. കടുക് ഇട്ടിട്ടുണ്ട്. കുറച്ച് വറ്റൽമുളകും ചേർത്തിട്ടുണ്ട്. ഇനി ചെറുള്ളിയാണ് ചേർക്കുന്നത്. കുറച്ച് കൂടുതലായിട്ട്, സാധാരണ കടുക് വറക്കുന്നതിലും കുറച്ച് കൂടുതലായിട്ട് ചേർത്തിട്ടുണ്ട്. ഇത് നല്ലവണ്ണം ഒന്ന് വഴറ്റിയെടുക്കണം. ലൈറ്റായിട്ട് ബ്രൗൺ ആകാൻ തുടങ്ങുമ്പോൾ തീയൊന്ന് നല്ലവണ്ണം കുറച്ച് വയ്ക്കുക. ഇത് കരിഞ്ഞു പോകാതെ ലൈറ്റായിട്ട് ബ്രൗൺ ആയിട്ടുണ്ട്. ഒരല്പം മുളക് പൊടിയാണ് ചേർക്കുന്നത്. ഒരല്പം ചേർക്കാവൂ. കാശ്മീരി മുളക് പൊടിയാണ്. ഇത് ലാസ്റ്റ് കറിയുടെ മുകളിലൊന്ന് ചുവന്ന് കിടക്കാൻ വേണ്ടി മാത്രം ചേർത്താണ്. മുളക് പൊടി ഇട്ട് ഇളക്കിയ ഉടൻ തന്നെ മുരിങ്ങയിലയും ചേർക്കുക. 1 കപ്പ് ഫുള്ളായിട്ട് എടുത്തിട്ടുണ്ട് മുരിങ്ങയില. നല്ല എളുപ്പമുള്ള മുരിങ്ങയില നോക്കിയെടുക്കാനായിട്ട് ശ്രമിക്കണേ. മുരിങ്ങയില ഇട്ട് ഒരുപാട് വഴറ്റി ഡ്രൈ ആക്കരുത്. എണ്ണയിലൊന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ തന്നെ അരപ്പ് ഒഴിക്കുക. അരപ്പ് ആദ്യമേ ഒന്ന് ഇളക്കിയിട്ടുണ്ട്, ചൂടൊന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ട്. ഇനി ആവശ്യത്തിനുള്ള വെള്ളം ചേർക്കുക. ഇനി കുറച്ചുകൂടെ വെള്ളം ചേർക്കുകയാണ്. ഇപ്പോൾ ആവശ്യത്തിനുള്ള വെള്ളമായിട്ടുണ്ട്. ഇനി ഗ്യാസ് ഒന്ന് മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റണം. ഉപ്പ് ചേർത്തിട്ടില്ല ഇതുവരെ. ഇനി ഉപ്പ് കൂടെ ചേർക്കണം. നല്ലവണ്ണം ഇളക്കിക്കൊണ്ട് തന്നെ, ഇത് വെട്ടി തിളയ്ക്കേണ്ട ആവശ്യമില്ല. നല്ലവണ്ണം ഒന്ന് ചൂടായി കിട്ടിയാൽ മതി. ഇതാ ഉപ്പും ചേർത്തിട്ടുണ്ട്. ഇനി ഇളക്കി കൊടുത്തുകൊണ്ട് തന്നെ നല്ലവണ്ണം ഒന്ന് ആവി വരുന്ന രീതിയിലൊന്ന് ചൂടാക്കി എടുത്താൽ മതിയേ. ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം ഒരു 5 സെക്കൻഡ് നേരത്തിന് ഒന്ന് ഇളക്കിക്കൊണ്ടിരിക്കണം. ആ ചൂടൊന്ന് കുറയ്ക്കാൻ വേണ്ടിയാണ്. ഇല്ലെങ്കിൽ ഒന്ന് ലൈറ്റായിട്ട് ഇങ്ങനെ തേങ്ങ പിരിഞ്ഞ പോലൊരു ഇതുണ്ടാവും ചിലപ്പോൾ. ഇതാ ഇത്രയേ ഉള്ളൂ. കുറച്ച് കഴിയുമ്പോഴത്തേന് ആ മുളക് പൊടി ഇട്ടതിൻ്റെ ഒരു ചുമന്ന കളറ് മുകളിലിങ്ങനെ എണ്ണ തെളിയും. സിമ്പിളായിട്ടുള്ള കറിയാണ്. ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ലൈക്കും കമൻറ്റും ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. ഒരുപാട് സ്നേഹത്തോടെ താങ്ക്സ് ഫോർ വാച്ചിങ്.